മറ്റൊരു മുഖമാണ് ഗർഭം ധരിക്കാൻ മടിയുള്ള കാലമാണിന്ന്. അഥവാ 3 തരം മാനസിക രോഗങ്ങൾ കാണാം. ഗാമോഫോബിയ, ടോക്കോഫോബിയ, പെഡോഫോബിയ എന്നാണ് ആ മാനസിക രോഗങ്ങൾക്ക് പറയുന്നത്. ഗാമോഫോബിയ, ടോക്കോഫോബിയ, പെഡോഫോബിയ. അതിൽ ടോക്കോഫോബിയ എന്ന് പറഞ്ഞാൽ to feel trouble to pregnancy, ഗർഭം ധരിക്കാൻ മടിയുള്ള മാനസിക രോഗത്തിനാണ് ടോക്കോഫോബിയ എന്ന് പറയുന്നത്. ഗാമോഫോബിയ, ടോക്കോഫോബിയ, പെഡോഫോബിയ. ഗാമോഫോബിയ എന്ന് പറഞ്ഞാൽ കല്യാണം ഇപ്പോൾ വേണ്ട 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 എന്ന ചിന്ത. കല്യാണം ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടി കഴിയട്ടെ, നല്ല ജോലി കിട്ടിയിട്ടാവാം, ഒരുപാട് സമ്പാദ്യങ്ങളായിട്ടാവാം, ഇങ്ങനെ തുടങ്ങി കേവലമായ കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹത്തെ പിന്തിപ്പിക്കുന്ന മാനസിക രോഗത്തിനാണ് ഗാമോഫോബിയ എന്ന് പറയുന്നത്. അടുത്തതാണ് ടോക്കോഫോബിയ. അഥവാ വിവാഹം കഴിഞ്ഞാലും മക്കൾ ഇപ്പോൾ വേണ്ട, ആ പഠനം കഴിയട്ടെ, ആ പരീക്ഷ കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ, 2 വർഷം കഴിയട്ടെ, ഇങ്ങനെ ഗർഭധാരണം പിന്തിപ്പിക്കുന്ന മാനസിക രോഗത്തിനാണ് ടോക്കോഫോബിയ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പെഡോഫോബിയ. കുട്ടികൾ ജനിച്ചാലും ആ കുട്ടികളെ പരിപാലിക്കുന്നിടത്തൊരു നിസ്സംഗത, ആ കുട്ടികളെ പരിപാലിക്കുന്നിടത്തൊരു അനാസ്ഥ കാണിക്കുക. അല്ലാഹുവേ കാവൽ നൽകണേ റഹ്മാനേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആ പ്രായാധിക്യത്തിലും 40 പിന്നിട്ട വനിതയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. എന്നാലും ആരോഗ്യവതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 6 മക്കളെ ഗർഭം ധരിക്കാൻ തയ്യാറായ പൊന്നുമ്മ. അതും സ്നേഹത്തിന്റെ മറ്റൊരു മൂല്യമായി ഇമാമിങ്ങൾ എടുത്തു പറയുന്നത് കാണാം. 10ാമത്തേത് അത് ശിഅബ് അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവില് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ സഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 47, 48, 49 ഈ 3 പ്രായങ്ങളിലെ ആ വലിയ പ്രയാസം നമുക്കെല്ലാവർക്കും അറിയാം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 47, 48, 49 ഈ 3 വർഷങ്ങളിലാണ് ഖുറൈശി സമൂഹം സഹീഫത്തുൽ മുഖാത്ത എന്ന പേരിൽ ഒരു വലിയ ബന്ധവിച്ഛേദനത്തിന്റെ പത്രിക പ്രഖ്യാപിച്ചത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരെ കൂടെ കൂട്ടരുത്, അവർക്ക് കച്ചവടം ചെയ്യരുത്, അവർക്ക് വെള്ളം നൽകരുത്, അവർക്ക് ഭക്ഷണം നൽകരുത്, അവർക്ക് കച്ചവടം ചെയ്യരുത്, അവർക്ക് ലാൻഡ് നൽകരുത്, അവർക്ക് വീട് നൽകരുത്, അവർക്കൊന്നും സഹായം ചെയ്യരുത്. ഇങ്ങനെ ബന്ധവിച്ഛേദനത്തിന്റെ ഒരു പത്രിക പ്രഖ്യാപിക്കുകയുണ്ടായി. സഹീഫത്തുൽ മുഖാത്ത എന്നാണ്